ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമൊന്നും പറയാൻ പറ്റത്തില്ല, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്കിന്ന് പല്ലിലെ ക്ലിപ്പ് മുടുക്കാനായിട്ട് പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പല്ലിലെ ക്ലിപ്പ് എവിടെ നിന്നാണ് മുടുക്കിയത്, എത്ര രൂപയായി, എത്ര നാളായി പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ട്. അപ്പോൾ അതാ ഇന്ന് എൻ്റെ പല്ലിലെ ക്ലിപ്പ് മുടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് എന്താണ്, ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ, ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലോട്ട് കാണിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്യാമറ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചു, എന്താ ഇത്, എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, അത് പിന്നെ എനിക്കൊരു ചെറിയൊരു ചാനലുണ്ട്, അപ്പോൾ ലിങ്ക് അയച്ചിട്ടേക്ക്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വരുന്നതിനെയൊക്കെ എടുത്ത് അയച്ചു തന്നിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കത് പറ്റത്തില്ലല്ലോ, നമുക്ക് നമ്മളായിട്ട് എടുക്കുന്ന വീഡിയോസല്ലേ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് ഫസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഡോക്ടർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ ഇല്ലയോ എന്ന്. പക്ഷേ എനിക്ക് ഡോക്ടറുടെ അടുത്ത് വീഡിയോ എടുത്തോട്ടേ എന്ന് ചോദിക്കാനായിട്ട് ധൈര്യം കിട്ടിയത് ഡോക്ടറുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ വളരെ ഫ്രണ്ട്ലി ആണ്. നമ്മളിപ്പോൾ പോകുമ്പോഴും എന്താണ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഡോക്ടറുടെ അടുത്ത് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാത്തിനും. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. നമുക്ക് ചില ഡോക്ടർമാരുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടാം, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഫുള്ള് ടോട്ടലായിട്ട് 13,000 രൂപയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ആയത്. അപ്പോൾ ആദ്യമേ ഞാനൊരു 4,600 രൂപ കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ 500 വെച്ചിട്ടാണ് എല്ലാ മാസവും കൊടുക്കുന്നത്. അങ്ങനെ 1.25 വർഷം എനിക്ക് ഈ ക്ലിപ്പ് ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കിപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്, 1.25 വർഷം ആകുന്നു ഞാൻ ഇട്ടിട്ട്. അപ്പോൾ അടുത്ത മാസം ആകുമ്പോഴത്തേനും എൻ്റെ പല്ലിൽ എല്ലാം നല്ല ക്ലിയറായിട്ട് വരുമെന്നാണ് ഡോക്ടർ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയൊരു ചെരിവുണ്ട്, ആ ചെരിവ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് എന്നെ വിളിച്ചത്. അപ്പോൾ ബാക്കി ഇനി താഴാനായിട്ടൊന്നുമില്ല, എല്ലാം താഴ്ന്ന് സെറ്റായെന്നാണ് പറഞ്ഞത്. ആ ഒരു ചെറിയൊരു ഫ്രണ്ടിലിരിക്കുന്ന 2 പല്ലിന് ഒരു പല്ലിന് ഒരു ചെറിയ ചെരിവുണ്ട്. അപ്പം ആ ഒരു ചെരിവ് മാറ്റാനായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ പോയത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കമ്പിയായിട്ട് അടുത്ത മാസം ഇടുമെന്നാണ് പറഞ്ഞത്. ഈ മാസം ഒറ്റ കമ്പി ഇടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ചെരിവ് ഉള്ളത് കൊണ്ട് ഇനി അതും കൂടി റെഡിയാക്കിയിട്ട് അടുത്ത മാസം ഒറ്റ കമ്പി ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേനും ഞാൻ ഒറ്റക്കമ്പി ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ മാസം ആകുമ്പോഴത്തേനും റിമൂവ് ചെയ്യും. പിന്നെ ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ. അപ്പം ലാസ്റ്റ് കുറച്ചധികം കാര്യങ്ങളുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് എന്തായാലും എൻ്റെ പല്ലിൽ ക്ലിപ്പ് എടുക്കുന്ന ദിവസം ഞാൻ എന്തായാലും ആ ക്ലിപ്പ് എടുക്കുന്ന വീഡിയോ എന്തായാലും ഇട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ പല്ലിൽ ക്ലിപ്പ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിൽ പോകുന്നതിനേക്കാളും പൈസ കുറച്ച് അധികം ആയാലും പ്രൈവറ്റിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമ്മുടെ ഡോക്ടറുടെ അടുത്ത് ചോദിക്കാനും, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് പ്രൈവറ്റിൽ പോകുമ്പോഴത്തേനും ചെയ്തു തരും കേട്ടോ. അപ്പം പല്ലിൽ ക്ലിപ്പൊക്കെ മുറുക്കിയിട്ടാണ് ഇതായി പോകുന്നത്. വേദനയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ.